വാടാനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിലായി. വീട്ടിനുള്ളിൽ വെള്ളം കയറിയ വടക്കൻ കുഞ്ഞയ്യപ്പക്കുട്ടിയുടെ വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. പുതിയ വീട്ടിൽ കളാമ്പറമ്പിൽ മുഹമ്മദിന്റെ ഓടിട്ട വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ശക്തമായ തിരമാലയിൽ വെള്ളം ആഞ്ഞടിച്ച് വീടുകളിലേക്ക് കയറുകയായിരുന്നു. തിരകൾ ആഞ്ഞടിച്ചതോടെ തെങ്ങുകൾ കടപുഴകി. കടലോര മേഖലയിലെ വീടുകളിലും പറമ്പുകളിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇനിയും കടലാക്രമണം ശക്തമായാൽ കൂടുതൽ വീടുകൾ തകരുമെന്ന ആശങ്കയുണ്ട്. വാടാനപ്പള്ളി ബീച്ച് മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷം. ഫസൽ നഗർ മുതൽ വാടാനപ്പള്ളി ബീച്ച് വരെയുള്ള കടൽഭിത്തി ഭൂരിഭാഗവും കടലെടുത്തുപോയി. നേരം പോകുന്ന അവസ്ഥയിൽ ജീവൊക്കെ വ്യക്തികളാണ് ഇവരുടെ അവസ്ഥ. ഞാൻ നിൽക്കുന്ന വീട് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് എന്തോ ഒപ്പിച്ചുണ്ടാക്കിയൊരു വീടാണ്. അവർക്ക് ഉറക്കമില്ല, ഊണില്ല. ഇതൊക്കെ ഇവർ കാണണ്ടേ? ഇങ്ങനെ ഓരോരുത്തർ വരിക നോക്കിക്കാണ്ട് പോയിട്ട് കാര്യമില്ല. പ്രതിവിധി കാണാന്നുള്ളതാണ്. പാവങ്ങൾക്കൊരു സംരക്ഷണം കൊടുക്കാണ് ഗവൺമെൻറ് നമുക്ക് കയറ്റുന്നത്. അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ കളക്ടർ ആരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രതിവിധി അല്ലെങ്കിൽ കാണുന്ന സാധനം ഇപ്പം ഇന്ന് വൈകുന്നേരത്തോട് തീരും. അവിടെ നിന്ന് ഇങ്ങേറ്റം പൈപ്പ് പോകും. ഒരു പ്രതികരണം ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആൾക്കാർ വന്ന് നോക്കി പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണണ്ടേ? കടലാക്രമണ വിവരമറിഞ്ഞ തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, പഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, നൌഫൽ വലിയകത്ത്, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ.